ദേവു, നീ ഇതെങ്ങോട്ട് ഓടുന്നേ? എടി ഏഞ്ചലെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് നാളെ കാണാം. ഓ, അവനെ കാണാനായിരിക്കും. അത് നിനക്കറിഞ്ഞൂടെ? അല്ലാതെ പിന്നെ ഞാൻ എങ്ങോട്ട് പോവാനാ? നീ എന്തിനാ ദേവു അവന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണ? ഐ ഡോണ്ട് തിങ്ക് സോ. ഹി റിയലി ലവ്സ് യു. അവൻ ഭയങ്കര ടോക്സിക് ആണ് ദേവു. ആര് പറഞ്ഞു? അവൻ എന്നെ ഒരുപാട് ഇഷ്ടാ. നിനക്ക് അവന്റെ സ്വഭാവം പിടിക്കാത്തതുകൊണ്ട് നിനക്ക് വെറുതെ തോന്നുന്നതാ. ഓവേ, ജീൻസ് യൂസ് ചെയ്യാൻ പാടില്ല, വലിയ കമ്മൽ യൂസ് ചെയ്യാൻ പാടില്ല, ബോയ്സിനോട് സംസാരിക്കാൻ പാടില്ല, ചുരിദാർ ഇടുമ്പോൾ ഷോൾ യൂസ് ചെയ്യണം, എന്തിനു വേറെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോലും യൂസ് ചെയ്യാൻ പാടില്ല. ഇതിനെ ടോക്സിക് എന്നല്ലാതെ വേറെ എന്ത് വിളിക്കാനാ? ഇത് പറഞ്ഞ അവൻ ഇതെല്ലാം ചെയ്യാം, നിനക്ക് ചെയ്യാൻ പാടില്ല. എന്റെ ദേവു, ഇനിയെങ്കിലും ഒന്ന് കണ്ണു തുറക്ക്. എടി, അത് അവന് എന്നോട് ഉള്ള ഇഷ്ടം കൊണ്ട് പറയണതാ, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ അവൻ ടോക്സിക് ഒന്നുമല്ല. നിന്റെ അടുത്ത് ഒന്നും പറയാൻ ഞാനില്ല. എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ അവനെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കുള്ളൂ. ഇന്നോ ഇന്നലെയോ ഞാൻ കാണാൻ തുടങ്ങിയിട്ടല്ലോ. വർഷം എത്രയായി? 5-6 വർഷമായി നീയും അവനും റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഒരു മാറ്റം അവനിൽ നീ കാണുന്നുണ്ടോ? പോടി, അവൻ നല്ല പയ്യനാ. ശരി, ഞാൻ ലേറ്റ് ആവുന്നു. കറക്റ്റ് 5 മണിക്ക് കാണാന്ന് പറഞ്ഞതാ. അന്നേരത്താ ആ സാറ് വന്ന് സ്പെഷ്യൽ ക്ലാസ് തേങ്ങ വാങ്ങാന്ന് പറഞ്ഞത്. ഇപ്പൊ തന്നെ ലേറ്റ്. ഞാൻ നിന്നെ നാളെ കാണാടി. ഓക്കെ, ബൈ. ഹായ്, വന്നിട്ട് ഒരുപാട് നേരായോ? ആ, വന്നിട്ട് ഒരുപാട് നേരം. ഇതെന്ത് വേഷാ നിന്റെ? ഈ വേഷത്തിന് എന്താ മോശം? ഇത് നല്ല വേഷല്ലേ? ഇപ്പോഴത്തെ മോഡലാ, ഫ്രോക്ക്. നിന്റെ അടുത്ത് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇമാതിരി വേഷം കെട്ടി എന്റെ മുന്നിലോട്ട് വരരുതെന്ന്. ദേഷ്യപ്പെടാതെ അഭിയേട്ടാ, ഞാനിനി ശ്രദ്ധിച്ചോളാം. ആരാ വിളിക്കുന്നേ? അതെ, ഏഞ്ചലാ. എന്നെ കാണാൻ വന്നത് അറിഞ്ഞിട്ടായിരിക്കും ഈ വിളി. എന്നെ വിശ്വാസമില്ലല്ലോ. ഏയ്, അതുകൊണ്ടൊന്നല്ല. അവളെന്തേലും അത്യാവശ്യത്തിന് വിളിച്ചതായിരിക്കും. ആ, അത് വീട്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിനെ കുറിച്ച് നീ ആലോചിച്ചു? മറുപടി ഒന്നും പറഞ്ഞില്ല. അത് അഭിയേട്ടാ, എനിക്ക് എനിക്കത് ശരിയാവുന്നു തോന്നുന്നില്ല. ഓ, അപ്പൊ നിനക്കെന്നെ വിശ്വാസമില്ല? അഭിയേട്ടന് എനിക്ക് എന്നെക്കാളും വിശ്വാസാണ്. പക്ഷേ ഈ ഒരു കാര്യത്തിന് ഞാൻ എന്നെക്കൊണ്ട് പറ്റില്ല. ശരി, ഞാൻ പോവാ. പോവേ, അതിന് നമ്മൾ വന്നിട്ട് കുറച്ച് സമയല്ലായിട്ടുള്ളൂ. കുറച്ച് ടൈമും കൂടി കഴിഞ്ഞിട്ട് പോവാം. ഇനി ഇവിടെ ഇരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോവാ. എന്തായാലും ഇന്നലെ അവനെ കാണാൻ പോയിട്ട് എന്താവാൻ, എന്നത്തെയും പോലെ തന്നെ വഴക്കൂടി പിരിഞ്ഞു. സ്വാഭാവികം, എന്നും ഇത് തന്നെയാണല്ലോ. അല്ല, ഇന്നലെ എന്തായിരുന്നു റീസൺ? അത് അത് പിന്നെ അഭിയേട്ടൻ എൻ്റെ അടുത്ത് ഒരാഗ്രഹം പറഞ്ഞിരുന്നു. അത് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അതാ. എന്താഗ്രഹം? എന്താ അവന് വേണ്ടത്? അതിവിടെ വെച്ച് പറയാൻ പറ്റില്ല. ഞാൻ ക്ലാസ് കഴിയുമ്പോ നിന്റെ അടുത്ത് പറയാം. അപ്പൊ ഇതായിരുന്നു മിസ്റ്റർ അഭിഷേകിന്റെ മനസ്സിലിരിപ്പ്. എടി ഏഞ്ചലെ, പക്ഷേ അഭിയേട്ടൻ പറയുന്നതിലും കാര്യമില്ലടി. 5-6 വർഷമായില്ലേ ഞങ്ങള് റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട്. എന്നിട്ട് ഒരിക്കൽ പോലും 5-6-10 അല്ല 20 വർഷമായിക്കോട്ടെ, ലവേഴ്സ് ആയിട്ട് ഇരിക്കുമ്പോ സെക്സ് ചെയ്യണമെന്ന് ഒരു നിയമമില്ല. അത് ഒരാൾക്ക് കൺസെന്റ് ഇല്ലെങ്കിൽ
ഒട്ടും ചെയ്യരുത്. നിനക്കതിന് താല്പര്യമില്ലെങ്കിൽ അയാളെന്തിനാ നിന്നെ വെറുതെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? ഓ, ഇപ്പൊ തന്നെ നിനക്ക് മനസ്സിലാക്കിക്കൂടെ പെണ്ണെ, അയാൾക്ക് നിന്നോട് യഥാർത്ഥത്തിൽ പ്രണയമൊന്നുമില്ലാന്ന്? അങ്ങനെയൊന്നും അല്ല. അമ്പിയേട്ടൻ പാവ. എടി, എനിക്ക് അമ്പിയേട്ടന് ഒരുപാട് ഇഷ്ടാ. അമ്പിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാൻ പോയി സോറി പറഞ്ഞോളാം. സോറി പറഞ്ഞിട്ട് അവൻ വീണ്ടും നിന്നെ ഇതിന് നിർബന്ധിക്കും. അപ്പൊ നീ എന്തെയും? ഇല്ല, അമ്പിയേട്ടൻ ഇനി അതിന് നിർബന്ധിക്കൊന്നുമില്ല. ഞാൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നീ എന്തേലും ചെയ്. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പണ്ടുള്ളവർ പറയുന്നത് കറക്റ്റാ. പ്രേമത്തിന് കണ്ണും മൂക്കും വായും ഒന്നുമില്ലാന്ന്. അത് മാത്രല്ല, പ്രേമത്തിന് ഇപ്പൊ ബോധമില്ലാന്ന് നിന്നിലൂടെ എനിക്ക് മനസ്സിലായി. ഏഞ്ചലെ, നീ എന്താടി ഇങ്ങനെ? നീ എന്റെ ഒരേ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരാ എന്നെ സപ്പോർട്ട് ചെയ്യാ? നീ എന്താടി എന്നെ റിലേഷൻഷിപ്പിൽ സപ്പോർട്ട് ചെയ്യാത്തെ? എടി ദേവു, നിന്നെ ഇന്നോ ഇന്നലെയോ ഞാൻ കാണാൻ തുടങ്ങിയതല്ല. നമ്മൾ കുഞ്ഞുനാൾ മുതലേ ഫ്രണ്ട്സാ. നിന്റെ എല്ലാ കാര്യത്തിലും നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. പക്ഷേ എനിക്കെന്തോ ആ അഭിനെ ഒട്ടും പിടിക്കുന്നില്ല. ഇത് നല്ലൊരു റിലേഷൻഷിപ്പ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാത്തത്. എനിക്ക് അവനെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ നിന്റെ ഇഷ്ടം ഇതാണല്ലോ എന്നാലോചിച്ചിട്ടാ ഞാൻ ഒന്നും പറയാത്തത്. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. അതൊക്കെ ഞാൻ സോൾവ് ചെയ്ത് തരാം. ഇന്നല്ലെങ്കിൽ നാളെ അഭിയേട്ടനോടുള്ള നിന്റെ എല്ലാ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും മാറും. അഭിയേട്ട ആരോടാ ഈ ചാറ്റ് ചെയ്യുന്നേ? എന്റെ ഫ്രണ്ടിനോട്. എന്തേ? ഏത് ഫ്രണ്ടാ? ആ ഫോണൊന്ന് കാണിച്ചേ. ഏത് ഫ്രണ്ടായാലും നിനക്കെന്താ? നിനക്കെന്താ സംശയാണോ? എന്റെ ഫോണൊക്കെ നോക്കണം എന്ന് പറയുന്നു. അയ്യോ, എനിക്ക് സംശയമൊന്നും ഉണ്ടായിട്ടല്ല, ചുമ്മാ ചോദിച്ചതാ. അപ്പോ അഭിയേട്ടൻ ഇടയ്ക്ക് എന്റെ ഫോൺ എടുത്ത് നോക്കുന്നതോ? ഞാൻ നിന്റെ ഫോൺ നോക്കും. അതിന് എനിക്ക് അവകാശമുള്ളത് കൊണ്ടാണ് ഞാൻ നോക്കുന്നത്. അതും പറഞ്ഞ് നീ എന്റെ പേഴ്സണൽ കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. മനസ്സിലായല്ലോ? ഇതൊക്കെ ആരാ? ആ ഏഞ്ചല് പഠിപ്പിച്ചു വിട്ടതാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല അഭിയേട്ടാ. അവളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് സോറി. അഭിയേട്ടന് വിഷമായെങ്കിൽ ഞാൻ അഭിയേട്ടന്റെ ഫോണൊന്നും എടുത്തു നോക്കില്ല. അന്ന് ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എന്തായി? ഇപ്പോഴും നിന്റെ തീരുമാനം അത് തന്നെയാണോ? എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കാവോ? അത് ഞാൻ അഭിയേട്ടനോട് മുന്നേ പറഞ്ഞതാണല്ലോ. ഞാൻ അതിന് ഒട്ടും പ്രിപ്പയർഡ് അല്ല. പിന്നെ മാരേജ് കഴിഞ്ഞിട്ട് ചെയ്യാലോ. അല്ലേലും ഞാൻ അഭിയേട്ടന് സ്വന്തം തന്നെയല്ലേ. അപ്പോ മാരേജ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടി ബെറ്റർ. നീ ഏത് നൂറ്റാണ്ടിലാ ദൈവം ജീവിക്കുന്നത്? കുലസ്ത്രീ സെറ്റപ്പ് അതാണോ നീ ഉദ്ദേശിക്കുന്നത്? എനിക്ക് ഒട്ടും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. ആ പിന്നെ 2 ദിവസത്തേക്ക് ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പോവാ. വിളിച്ചു ബുദ്ധിമുട്ടിക്കരുത്. മനസ്സിലായല്ലോ? ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. അതുകൊണ്ട് നിന്റെ ഫോൺ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോ മോങ്ങാനും കിടങ്ങാനും നിൽക്കരുത്. ശരി അഭിയേട്ടാ. അല്ല, എങ്ങോട്ടാ പോകുന്നത് ട്രിപ്പ്? ഞങ്ങള് ഊട്ടി, കൊടൈക്കനാൽ അങ്ങോട്ടൊക്കെ പോകുന്നേ. അഭിയേട്ടാ, നമ്മുടെ വിവാഹത്തിനെ കുറിച്ച് വീട്ടിൽ സംസാരിച്ചു. എനിക്ക് ചെറിയ രീതിയിൽ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട്. ആഹാ, നല്ല കാര്യാണല്ലോ. നല്ല ഏതെങ്കിലും ചെക്കനെ കിട്ടാണെങ്കിൽ അങ്ങ് ഉറപ്പിക്കാൻ പറയ്. അഭിയേട്ടാ, തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നത്. ഇത്രേ കൊല്ലം പ്രേമിച്ചത് വേറൊരുത്തന്റെ മുന്നിൽ തലകുനിക്കാനായിട്ടാണ്. കെട്ടാണെങ്കിൽ അഭിയേട്ടനെ ഞാൻ വിവാഹം കഴിക്കും. അഭിയേട്ടനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഞാനൊരു തമാശ പറഞ്ഞതാ ദേവു, നീ കാര്യാക്കണ്ട. അതൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞ് ശരിയാക്കിക്കോളാം. നീ വീട്ടിൽ പോവാൻ നോക്ക്. ലേറ്റായി.
എന്താണ് മകളെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? നിന്റെ അമ്മ പറഞ്ഞല്ലോ രാവിലെ തൊട്ട് മുറിയിന്ന് പുറത്തിറങ്ങിയിട്ടില്ലെന്ന്. എന്തു പറ്റി? ഒരു മൂടുമില്ലടി. ട്രിപ്പ് പോയി വന്നതിന് ശേഷം അഭിയേട്ടൻ ആകെ മാറിയ പോലെ. പഴയ പോലെ വിളിക്കുന്നൊന്നുമില്ല, മെസ്സേജ് കണ്ടാലും റിപ്ലൈ തരുന്നില്ല, വിളിച്ചു കഴിഞ്ഞാൽ കോൾ വെയിറ്റിംഗ്. ഇനിയിപ്പോ എടുത്താൽ തന്നെ അധികം സംസാരിക്കുന്നുമില്ല. എന്തൊക്കെയോ എന്തോ എനിക്ക് വല്ലാത്ത ഡിസ്റ്റർബൻസ്. ഓ, അതായിരുന്നു. നീ അത് വിട്ടുകള. നീ 24 മണിക്കൂറും ഈ അബീനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോണ്ടാ ഈ പ്രശ്നം. അവൻ ഇതുപോലെ 24 മണിക്കൂറും നിന്നെ കുറിച്ച് ചിന്തിക്കുന്നൊന്നുമില്ലല്ലോ. അവൻ അവൻ്റെതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനിടയിൽ നീയും കൂടെ എന്തെങ്കിലും പ്രഷർ കൊടുക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും. നീ വിട്ടുകള. വാ, താഴേക്ക് പോവാ. അമ്മ അന്വേഷിക്കുന്നുണ്ട്. അപ്പോ അതെന്റെ തോന്നലാവൂല്ലേ? ചിലപ്പോ ശരിയാവുമായിരിക്കും. ഞാൻ കുറച്ച് ഓവർ ആവുന്നുണ്ടല്ലേ? കുറച്ചല്ല, കുറച്ചധികം ഓവർ ആവുന്നുണ്ട്. നിന്നെ ഫ്രണ്ടായി കിട്ടിയതിന് ശേഷം എനിക്കുണ്ടായ ഒരു ഗുണം, ഈ ജീവിതത്തിൽ ഞാൻ പ്രേമിക്കത്തില്ല. കാരണം നിന്റെ ലൈഫ് ഞാൻ കാണുന്നതല്ലേ. എനിക്ക് വയ്യ ഈ ടെൻഷൻ അടിച്ച് ജീവിക്കാൻ. വിളിച്ചില്ലല്ലോ, മെസ്സേജ് അയച്ചില്ലല്ലോ. ഓഹ്, നിർത്തിക്കാം. വാ വാ, താഴെ പോവാം. നീ ആരെയായി വിളിച്ചുകൊണ്ടിരിക്കുന്നേ? കുറെ നേരായല്ലോ. അഭിയേട്ടനാടി. ഇന്ന് രാവിലെ തൊട്ട് ഒരു വിവരവുമില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. അവൻ വല്ല തിരക്കിലായിരിക്കും പെണ്ണെ. നീ അതവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് കുറച്ചു നേരം സംസാരിക്ക്. അഭിയേട്ടനാ വിളിക്കുന്നേ. ഹലോ, എന്താടി? ഹലോ, ആരാ? ഹലോ, ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ വർഷ. അഭിയേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ. കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണോ? ഞാൻ ഞാൻ അഭിയേട്ടന്റെ ഫ്രണ്ടാ. അഭിയേട്ടനും ഞാനും കൂടി ഒന്ന് പുറത്തിറങ്ങിയതാ. അപ്പൊ ഫോൺ എന്റെ കയ്യിലായി പോയി. ഇതില് കുറെ മിസ് കോള് കണ്ടു. അതുകൊണ്ടാ തിരിച്ചു വിളിച്ചത്. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ അഭിയേട്ടന് പറയേണ്ടത്? ഏയ്, ഒന്നുമില്ല. ഞാൻ വെറുതെ വിളിച്ചതാ. ശരിയപ്പോ. ദേവു, നീ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ എന്തിനാ ഇങ്ങനെ കരയുന്നേ? നീ എന്തിനാ അവളുടെ അടുത്ത് നുണ പറഞ്ഞത് ഫ്രണ്ടാണെന്ന്? നിനക്ക് എല്ലാ സത്യം തുറന്നു പറയായിരുന്നില്ലേ? വേണ്ട ഏഞ്ചലെ, എല്ലാം എല്ലാം എന്റെ തെറ്റാ. എന്റെ ലൈഫ് ഇങ്ങനെയായി. അബേട്ടന് അതായി ഇഷ്ടമെങ്കിൽ അബേന്റെ ലൈഫ് ഞാനായിട്ട് നശിപ്പിക്കുന്നത് ശരിയല്ല. ദേവു, അവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൻ എങ്ങനെ നിനക്ക് ന്യായീകരിക്കാൻ കഴിയുന്നേ? ഈ 5 വർഷം നിന്റെ ലൈഫ് പോയത് നിനക്ക് വിഷയമല്ല. അവന്റെ ലൈഫ് നശിക്കരുത്. നന്നായിട്ടുണ്ട്. നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ എത്ര നാളെ പറഞ്ഞു തുടങ്ങിയതാ, കേക്കാഞ്ഞിട്ടല്ലേ? ഇപ്പൊ എന്തായി? അതല്ല ഏഞ്ചലെ, ഞാൻ അബേട്ടൻ പറയുന്നൊന്നും നിന്ന് കൊടുക്കുന്നില്ലല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും അബേട്ടന് ആ കുട്ടി പെട്ടെന്ന് തോന്നിക്കാണും. ഞാനായിട്ട് ഇനി അവരുടെ ലൈഫിലേക്ക് പോവില്ല. നീ പറഞ്ഞത് ശരിയാ. നീ എന്നെ ഒരുപാട് വട്ടം എന്റെ അടുത്ത് പറഞ്ഞതാ. സോറി.
തെറ്റെന്റെ ഭാഗത്ത് തന്നെ. ഞാനിങ്ങനെ ജീവിച്ചോളാം. പ്ലീസ്, നീ ഇങ്ങനെ കരയല്ലേ ദേവു. എനിക്ക് നിന്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നീ ക്ലാസ്സിൽ പോണ്ട, വീട്ടിൽ പോക്കോ. ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം. നീ ഓക്കെ ആയിട്ട് ഇനി ക്ലാസ്സിൽ വന്നാ മതി. വേണ്ടടി, ഞാൻ വീട്ടിൽ പോകുന്നില്ല. ഈ അവസ്ഥയിൽ വീട്ടിൽ പോയി കഴിഞ്ഞ് ഒറ്റയ്ക്കിരിക്കുമ്പോ എനിക്ക് വേറെ എന്തെങ്കിലും ചിന്തകളൊക്കെ വരും. ഇവിടെ ആകുമ്പോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നെ നീ ഉണ്ടല്ലോ എന്റെ കൂടെ. ഞാൻ വൈകിട്ടേ പോകുന്നുള്ളൂ. ദേവു, നിനക്ക് ഭക്ഷണം വേണ്ടേ? താഴേക്ക് വാ. എനിക്ക് വേണ്ട അമ്മ, എനിക്ക് വിശപ്പില്ല. ദേവു, എനിക്കറിയായിരുന്നു നീ ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന്. അതുകൊണ്ടാ രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ പറയാൻ പോകുന്നത് നിനക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ നീ അത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് മൂങ്ങിയിട്ട് എന്തെങ്കിലും ഗുണം നിനക്കുണ്ടോ? നിന്റെ വീട്ടുകാരെ വെറുതെ വിഷമിപ്പിക്കാന്നല്ലാതെ അവനവിടെ സുഖമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. നീ ഇങ്ങനെ കരഞ്ഞ് എന്തിനാടി വെറുതെ നിന്റെ എനർജി കളയുന്നത്? അതും ആ ഒരു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ എത്ര തവണ വാൺ ചെയ്തതാ. ഇനി പഴയതൊന്നും പറഞ്ഞ് നിന്നെ കൂടുതൽ വിഷമിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പറയാ, ഇനി അവൻ പോണെങ്കിൽ പോട്ടെ. നീ തന്നെയല്ല പറഞ്ഞത് ഇനി അവന്റെ ലൈഫിലേക്ക് ഇന്റർഫിയർ ചെയ്യാൻ ചെല്ലുന്നില്ലെന്ന്. എനിക്കത് മറന്നു കളാം. പാസ്റ്റ് ഈസ് പാസ്റ്റ്. ജസ്റ്റ് മൂവ് ഓൺ. നീ പറയണതൊക്കെ എനിക്ക് മനസ്സിലാവും ഏഞ്ചലെ. പക്ഷെ അങ്ങനെ പെട്ടെന്ന് മറന്ന് കളയാൻ പറ്റും. 1 2 ദിവസമല്ല, 5 വർഷം ഞാൻ അബിയുടെ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. എല്ലാ ദിവസവും രാത്രി അബിയേട്ടനോട് സംസാരിച്ചിട്ടാ ഞാൻ ഉറങ്ങാറ്. രാവിലെ അബിയേട്ടന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് കണ്ടിട്ട് ഞാൻ എണീക്കാറ്. ഇനി അതൊന്നുമില്ല എന്ന് ഓർക്കുമ്പോ എന്റെ ലൈഫിൽ എന്തോ വലിയൊരു കാര്യം നഷ്ടായി എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാൻ എനിക്ക് എന്തായാലും കുറച്ച് സമയം വേണം. പ്ലീസ് ഏഞ്ചലെ, നീ എന്നെ ഒന്ന് മനസ്സിലാക്ക്. എനിക്കറിയാൻ ദേവു, നിന്നെ കൊണ്ട് പെട്ടെന്ന് അതൊക്കെ മറക്കാനോ മൂവ് ഓൺ ചെയ്യാനോ സാധിക്കില്ലെന്ന്. പക്ഷെ നിന്നോട് ശ്രമിക്കാനാ ഞാൻ പറഞ്ഞത്. അവൻ അവന്റെ ലൈഫ് തെരഞ്ഞെടുത്തെങ്കിൽ പിന്നെ അവനെ കുറിച്ച് ആലോചിച്ച് നിന്റെ ജീവിതം കളയുന്നത് അത് ശരിയല്ല. നിന്റെ വീട്ടുകാരെ നീ ആലോചിക്കണം. പിന്നെ ലോകത്ത് ഇവൻ മാത്രല്ലല്ലോ പയ്യന്മാരായിട്ട്. ഇഷ്ടം പോലെ പയ്യന്മാര് വേറെ ഉണ്ട്. ഞാൻ നിനക്ക് വാക്ക് തരാഞ്ചലെ, ഇന്ന് തൊട്ട് ഞാൻ എല്ലാം മറക്കാൻ ശ്രമിക്കാം. പക്ഷെ ലോകത്ത് എത്ര പിള്ളേരുണ്ടായാലും ശരി,
ഇനി എന്റെ ജീവിതത്തിൽ ഒരു വിവാഹം ഉണ്ടാവില്ല. ഞാൻ ഇനി ആരെയും സ്നേഹിക്കില്ല. കിച്ചു, ഓഫീസിൽ പോകാൻ ടൈമായല്ലോ. നീ ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ? ആ, ഞാൻ ദാ വരുന്നു. ഇങ്ങനെ രാവിലെ തന്നെ പ്രഷർ കയറി വിളിക്കുന്നത് എന്തിനാണ് എൻ്റെ അമ്മേ? ഞാൻ കറക്റ്റ് 9 മണിയാകുമ്പോൾ താഴോട്ട് വരുന്നു. അമ്മയ്ക്ക് നന്നായിട്ട് അറിഞ്ഞൂടെ? എങ്ങാനും നീ ഉറങ്ങിപ്പോയാലോ? അതുകൊണ്ടാ വിളിച്ചത്. ലേറ്റ് ആവൽ എൻ്റെ നിഘണ്ടുവിൽ ഇല്ല അമ്മേ. അമ്മയ്ക്ക് അത് അറിഞ്ഞൂടെ? ഓ, ശരി ശരി. ദേ, ഫുഡ് എടുത്ത് ടേബിളിൽ വെച്ചിട്ടുണ്ട്. എടുത്ത് കഴിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. ആ കിച്ചു, നീ വന്നോ? ദേ നിന്റെ പുതിയ അസിസ്റ്റന്റ് വന്ന് നിന്റെ ക്യാബിനിൽ ഇരിപ്പുണ്ട്. പോയി മീറ്റ് ചെയ്. ആഹാ, ഇത്ര നേരത്തെ എത്തിയോ? ശരിടാ, ഞാൻ പോയി മീറ്റ് ചെയ്യട്ടെ. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഐ സെഡ് ഗുഡ് മോർണിംഗ്. ആ ആ ഗുഡ് മോർണിംഗ്. സാർ, ഇതിന്റെ വർക്ക് എന്താന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് ചെയ്യായിരുന്നു. താൻ ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തോ? ഞാൻ തന്റെ പേര് മറന്നു. ആ സാർ, ഫോർമാലിറ്റീസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. എന്റെ പേര് ദേവിക. എല്ലാവരും എന്നെ ദേവു എന്ന് വിളിക്കും. ഓ, നൈസ് നെയിം. ഇന്ന് പ്രത്യേകിച്ച് വർക്കൊന്നുമില്ല. കുറച്ച് പേപ്പർ വർക്ക്സ് മാത്രമേ ഉള്ളൂ. അതൊന്ന് ചെയ്ത് പഠിക്ക്. ഓക്കെ സാർ, എങ്കിൽ ഞാൻ എന്റെ സീറ്റിലോട്ട് പോയിക്കോട്ടെ. ഓക്കെ, യു ക്യാൻ ഗോ നൗ. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. ഓക്കെ സാർ, താങ്ക് യു. ആഹാ, പതിവില്ലാതെ എന്റെ മോൻ സ്വപ്ന ലോകത്താണെന്ന് തോന്നുന്നുണ്ടല്ലോ. ആ, അമ്മ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 10-40 വർഷായി. അതവിടെ നിക്കട്ടെ. നീ എന്താ ആലോചിച്ച് തനിയെ ചിരിക്കുന്നുണ്ടായത്? അതാദ്യം പറ. അത് പിന്നെ അമ്മ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് പുതിയൊരു PA വരുന്നുണ്ടെന്ന്. ആ കുട്ടീനെ ജോയിൻ ചെയ്തു. നല്ല കുട്ടിയാ അമ്മ. എന്തു ഭംഗിയാ കാണാനെന്നറിയോ? അവളുടെ ആ കണ്ണുകളും അവളുടെ ആ ചിരിയും എല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടായി. ആഹാ, കൊള്ളാലോ. അപ്പൊ എന്റെ മോൻ വീണെന്നർത്ഥം. ഭംഗിയൊന്നുമില്ലേലും കുഴപ്പമില്ല, നല്ല സ്വഭാവമായിരുന്നാ മതി. എന്റെ മോന് പിടിച്ചെങ്കി പറ, മമ്മി വേണേ പോയി സംസാരിക്കാം. അയ്യോ, അത് വേണ്ട. ഇന്ന് ഫസ്റ്റ് ഡേ കണ്ടല്ലേ ഉള്ളൂ. അപ്പോഴേക്കും പ്രപ്പോസലുമായി ചെന്ന് കഴിഞ്ഞാൽ അവള് ചിലപ്പോ ഞാൻ കോഴിയാണെന്ന് തെറ്റിദ്ധരിച്ചാലോ? പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചെറുക്ക. നല്ല കാര്യങ്ങളൊന്നും അധികം വെച്ച് താമസിപ്പിക്കരുതെന്നാ കാരണന്മാര് പറയാറ്. നല്ല കുട്ടിയാണെങ്കി പോയി ഇഷ്ടാന്ന് പറയടാ. അല്ലാതെ വേറെ ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോയതിനു ശേഷം ഇവിടെ വന്നിരുന്ന് മൂങ്ങാൻ നിൽക്കരുത്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നാളെ തന്നെ പോയി പ്രപ്പോസ് ചെയ്യാൻ നോക്ക്. എൻ്റെ അമ്മയ്ക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെയാ. നാളെ തന്നെ പോയി അവളോട് ഇഷ്ടാന്ന് പറഞ്ഞേക്കാം. നല്ല തീരുമാനം. പിന്നെ അധികം സ്വപ്നം കണ്ട് ഉറക്കം കളയാൻ നിൽക്കണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സാർ. സാറിനെ വിളിപ്പിച്ചെന്ന് പറഞ്ഞു. ദേവു, തന്നെ സാറെന്നൊന്നും വിളിക്കണ്ട. യു ക്യാൻ കോൾ മീ കിച്ചു. ഞാനും ഇവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെയാ. സീനിയർ ആണെന്നേ ഉള്ളൂ. ഓക്കെ സാർ. ഓ, സോറി. ഓക്കെ കിച്ചു. ദേവു, ഞാൻ തന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം പറയാനാ. അത്
ചിലപ്പോൾ കേൾക്കുമ്പോൾ തനിക്ക് ഞാനെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നിപ്പോവാം. പക്ഷേ ആക്ച്വലി അത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഞാനൊരു സ്ട്രെയിറ്റ് ഫോർവേഡ് പേഴ്സണാ. എനിക്ക് ഈ ഒളിച്ചുകളിയൊന്നും ഇഷ്ടമല്ല. നേരെ വാ നേരെ പോ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നി. ഞാനത് തൻ്റെ അടുത്ത് അവതരിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. അതിനി തനിക്ക് ഓക്കെ അല്ലെങ്കിലും തനിക്ക് എൻ്റെ അടുത്ത് ഓപ്പണായിട്ട് പറയാം. ആക്ച്വലി ഐ തിങ്ക് ഐ ലൈക്ക് യു. ഐ എം fall in love for you. സോറി, എനിക്ക് എനിക്ക് പറ്റില്ല. Why? താൻ കമ്മിറ്റഡ് ആണോ? ഞാൻ കമ്മിറ്റഡ് ഒന്നുമല്ല, പക്ഷേ ഐ എം നോട്ട് റെഡി ഫോർ ദാറ്റ്. ഒരിക്കലും കമ്മിറ്റഡ് ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സോറി. അതെന്താണെന്നാ ഞാൻ ചോദിച്ചത്. തൻ്റെ കാഴ്ചപ്പാടിന് പറ്റിയ പയ്യനല്ല ഞാൻ. അങ്ങനെ എന്തെങ്കിലും ആണോ? പ്ലീസ്, എനിക്കതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ പോവാ. ഇതെന്ത് പറ്റി? സാധാരണ ഇങ്ങനെയൊന്നല്ലല്ലോ. വന്നപ്പോ തൊട്ട് ഇരിക്കാൻ തുടങ്ങിയതാ. കാര്യം പറ. അമ്മ ഇന്നലെ മോട്ടിവേറ്റ് ചെയ്തിട്ടല്ലേ ഞാൻ ആ ദേവുവിൻ്റെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്തത്. എന്നിട്ട് അവൾ എന്നോട് നോ പറഞ്ഞു. ഓഹോ, അപ്പൊ അതായിരുന്നു പ്രശ്നം. എടാ പൊട്ടാ, നീ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടല്ലേ ഏതെങ്കിലും പെമ്പിള്ളേര് ഇഷ്ടാന്ന് പറഞ്ഞ ഉടനെ തിരിച്ച് എനിക്കും ഇഷ്ടാണെന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ? അതാണ് പെൺകുട്ടികളുടെ സൈക്കോളജി. അവരങ്ങനെ എടുത്തടിച്ച പോലെ തിരിച്ച് ഇഷ്ടാന്നൊന്നും പറയില്ലടാ. കുറച്ച് കഷ്ടപ്പെടേണ്ടിയൊക്കെ വരും. ആദ്യം അത് മനസ്സിലാക്കുമോ, എന്നിട്ട് ഇതുപോലെ മുഖം വെറുപ്പിച്ചിരിക്കും. തള്ള കൊള്ളാലോ, ഈ പ്രായത്തിൽ ഇങ്ങനെ. അപ്പം നല്ല പ്രായത്തില് എങ്ങനെ ആയിരുന്നിരിക്കണം. എടാ ചെറുക്ക, നീ എൻ്റെ മേടിക്കുവേ. ഐഡിയ പറഞ്ഞത് പോരാഞ്ഞിട്ട് കളിയാക്കുന്നോ? വേണമെങ്കിൽ പോയി ആളെ വളയ്ക്കാൻ നോക്ക്. കിച്ചു, നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ലെന്ന്. അതിന്റെ റീസൺ ആണ് എനിക്ക് അറിയേണ്ടത്. എത്ര വട്ടമായി ഞാൻ ചോദിക്കുന്നു, പക്ഷെ നിന്റെ പക്കൽ അതിനൊരു റീസൺ ഇല്ല. അതുകൊണ്ടല്ല ഞാനിങ്ങനെ പിന്നാലെ നടക്കുന്നത്. എനിക്ക് അറിഞ്ഞേ പറ്റൂ, എന്താണ് എന്നെ റിജക്റ്റ് ചെയ്യാനുള്ള കാരണം. അതിനെനിക്ക് ഒരുപാട് പേഴ്സണൽ റീസൺസ് ഉണ്ട്. പക്ഷെ അതൊന്നും തൽക്കാലം കിച്ചുവിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഈ കുറഞ്ഞ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. യു ആർ എ ഗുഡ് പേഴ്സൺ. യു ഡിസേർവ് ബെറ്റർ. എന്നെപ്പോലൊരു കുട്ടിയല്ല, എന്നെക്കാളും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിയെ കിച്ചുവിന് കിട്ടും. പ്ലീസ്, ദയവ് ചെയ്ത് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. ആരാ? എന്തിനാ എന്നെ കണ്ണെന്ന് പറഞ്ഞു വിളിച്ചേ? കിച്ചുവിന് എന്നെ അറിയില്ലായിരിക്കാം, പക്ഷേ എനിക്ക് കിച്ചുവിനെ നന്നായിട്ട് അറിയാം. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഏഞ്ചല്, ദേവുവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. താനെന്തിനാ എന്നെ കണ്ണെന്ന് പറഞ്ഞേ? ദേവുവിനെ കുറിച്ച് സംസാരിക്കാൻ. അവൾ എൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞു. കിച്ചുവിന് ദേവുവിന് ഇഷ്ടാന്നുള്ള കാര്യം, പ്രപ്പോസ് ചെയ്ത കാര്യം, പിന്നാലെ നടന്നതും അവളെ റിജക്റ്റ് ചെയ്തതും എല്ലാം. കിച്ചു ആക്ച്വലി അറിയേണ്ട ഒരു കാര്യമുണ്ട്. അവൾ എന്തുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേന്ന്. അതൊരിക്കലും അവള് കിച്ചുവിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കില്ല. അതുകൊണ്ടാ ഞാൻ തന്നെ സംസാരിക്കാന്ന് വിചാരിച്ചത്.
ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ പറയാൻ പറഞ്ഞ അവളുടെ കയ്യിലില്ല. എന്തോ കണ്ട് പേടിച്ച പോലെയാ എപ്പോഴും. ഞാൻ തമാശക്കാണ് പറയുന്നതെന്ന് കരുതിയിട്ടാണെങ്കിൽ ഒരിക്കലുമല്ല. ഞാൻ അങ്ങനത്തരത്തിലുള്ള ടൈപ്പേ അല്ല. എനിക്ക് അവളോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞത് എൻ്റെ അമ്മയുടെ അടുത്താ. എൻ്റെ അമ്മ ഓക്കെ പറഞ്ഞതുകൊണ്ടാ ഞാനത് പ്രൊസീഡ് ചെയ്തത്. പക്ഷേ എനിക്കറിയില്ല. ഇനി താൻ പറ, എന്താ അവളുടെ ശരിക്കുള്ള പ്രശ്നം? അത് പറയാനാ ഞാൻ വന്നത്. ദേവു ഒരു റിലേഷൻഷിപ്പിലായിരുന്നു. അത് ബ്രേക്കപ്പ് ആയിട്ട് ഒരു 6 മാസേ ആയിട്ടുള്ളൂ. ബ്രേക്കപ്പ് എന്നല്ല പറയേണ്ടത്, നല്ല ഒന്നാന്തരം തേപ്പ്. അവൾക്ക് അവനെ ഭയങ്കര ഇഷ്ടായിരുന്നു. 5 വർഷത്തെ പ്രണയം. പക്ഷെ അവൻ ആ റിലേഷൻഷിപ്പില് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല ആത്മാർത്ഥതയോടെ നിന്നതെന്ന്. അവളുടെ 100% കൊടുത്തിട്ടാ അവൾ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷേ അതിന്റെ വില അവന് മനസ്സിലായില്ല. വേറെ ഏതൊരു പെണ്ണിനെ കണ്ടപ്പോ ഇവളെ തേച്ചിട്ട് പോയി. ഒരുപാട് ടൈം എടുത്തു അവള് റിക്കവർ ആവാൻ. അതുകൊണ്ടാ അന്ന് അവള് പറഞ്ഞ വാക്ക, ഇനി ജീവിതത്തില് ഒരാളെയും പ്രണയിക്കില്ലെന്ന്. അപ്പൊ അതായിരുന്നോ പ്രശ്നം? എനിവേസ്, റീസൺ പറഞ്ഞതിന് താങ്ക്സ്. ഇനി ഞാൻ നോക്കിക്കോളാം. തൻ്റെ ഫ്രണ്ടിനെ ഞാൻ കെട്ടുന്നത് കൊണ്ട് തനിക്ക് വല്ല എതിർപ്പുണ്ടോ? എനിക്ക് ഒരു എതിർപ്പുമില്ല, സന്തോഷേ ഉള്ളൂ. അവളൊന്ന് ഹാപ്പി ആയി കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോ ഓൾ ദ ബെസ്റ്റ്. എന്നെന്തിനാ വിളിപ്പിച്ചേ? ഓഫീസ് കാര്യമാണെങ്കിൽ മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. നിന്നെ ഇപ്പൊ വിളിപ്പിച്ചത് ഓഫീസ് കാര്യം പറയാനല്ല, പേഴ്സണൽ കാര്യം പറയാനാ. നിന്റെ ഫ്രണ്ട് ഏഞ്ചൽ എന്നെ മീറ്റ് ചെയ്തിരുന്നു. അവള് യഥാർത്ഥ റീസൺ എൻ്റെ അടുത്ത് പറഞ്ഞു. ദേവു, ഒരാള് തേച്ചെന്ന് കരുതി എല്ലാവരും ഒരുപോലെ ആയിരിക്കുമെന്ന് നീ ഒരിക്കലും കരുതരുത്. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ വീണ്ടും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയിട്ട് വീണ്ടും സങ്കടപ്പെടാൻ എന്നെ കൊണ്ട് വയ്യ. അതുകൊണ്ടാ. എങ്കിൽ എനിക്കൊരു ചാൻസ് തന്നൂടെ? താൻ തന്നെയല്ലേ പറഞ്ഞത് ഐ എം എ ഗുഡ് ഹ്യൂമൻ. സോ പ്ലീസ്. ഓക്കെ, തരാം. പക്ഷേ ഒരു കണ്ടീഷൻ. 1 വീക്ക്, ഒരാഴ്ച ഞാൻ തരാം. ആ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ താനുമായിട്ട് അഡ്ജസ്റ്റ് ആയില്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് അവിടെ അവസാനിക്കും. ഇതിന് ഓക്കെ ആണെങ്കിൽ മാത്രം. എനിക്ക് സമ്മതം. ഈ ഒരാഴ്ചക്കുള്ളിൽ താൻ അഡ്ജസ്റ്റ് ആയാലോ? കേട്ടിട്ടില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. ഞാൻ കഴിഞ്ഞ റിലേഷൻഷിപ്പില് ഒരുപാട് അനുഭവിച്ചതാ. അതുകൊണ്ട് ഇനിയൊരു റിലേഷൻഷിപ്പിലേക്ക് കടക്കുമ്പോ 100 അല്ല 1000 തവണ ഞാൻ ആലോചിക്കും. നമുക്ക് നോക്കാം ഈ ഒരാഴ്ച എങ്ങനെ പോകുന്നു. ഇതില് ഞാൻ കംഫർട്ട് ആയെങ്കിൽ താൻ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ഗുഡ് ബൈ പറഞ്ഞു പോണം. ഈ പൂച്ചയുടെ ആ പേടി മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. കിച്ചു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിനൊരു മുഖവരയുടെ ആവശ്യമുണ്ടോ? നീ പറ. അത് പിന്നെ നമുക്ക് കല്യാണം കഴിക്കാം. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? എന്താ കിച്ചുന് ചെവി കേക്കില്ലേ? നമുക്ക് കല്യാണം കഴിക്കാന്ന്. ശരിയാ, കിച്ചു ഞെട്ടേണ്ട കാരണം എനിക്കറിയാം. ഞാൻ ഇത്രയും നാളിങ്ങനെ ഒന്നല്ല പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പൊ എന്റെ തീരുമാനം മാറാം. ഞാനൊരു കണ്ടീഷൻ വെച്ചിരുന്നു, ഒരു 1 വീക്ക്. ആ 1 വീക്ക് കഴിയാൻ ഇനിയും 2 ദിവസം കൂടി ഉണ്ട്. പക്ഷേ എനിക്കറിയില്ല
ഈ ഒരു 3 ദിവസത്തിനുള്ളിൽ നീ സംതിങ് ഐ ഡോണ്ട് നോ ബട്ട് അത്രേ ഉള്ളൂ. അപ്പോ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയുടെ പേടിയൊക്കെ മാറി എന്നർത്ഥം. അത് നീ എന്തേലും വിചാരിച്ചു, പക്ഷേ ഐ വോണ്ട് ടു മേക്ക് ഇറ്റ് ഫാസ്റ്റ്. എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നിനക്കറിയാലോ ഓൾറെഡി എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ. സോ ഇനിയും ഇതുപോലെ പ്ലീസ് നമുക്കത് വേഗം ചെയ്യാം. ഓക്കെ, യു ഡോണ്ട് വറി, ഞാനത് വേഗത്തിൽ തന്നെ ചെയ്യാം. ഒരു 2 months വെയിറ്റ് ചെയ്യാൻ പറ്റുമോ? കാരണം പെട്ടെന്ന് എല്ലാം തട്ടിക്കൂട്ടാനുള്ള പൈസ ഇപ്പം തൽക്കാലം എൻ്റെ കയ്യിലില്ല. ഒരു 2 months, അതിനുള്ളിൽ ഞാൻ എല്ലാം സെറ്റാക്കാം. ഓക്കെ ആണോ? ഓക്കെ, 2 months അല്ലേ, അത് ഞാൻ വെയിറ്റ് ചെയ്തോളാം. ദേവു, അഭിയേട്ടൻ എന്താ ഇവിടെ? ഞാനിപ്പോ ഇവിടെയാ. നിന്നോട് ചെയ്ത തെറ്റിന് ദൈവം തന്ന ശിക്ഷ ചെയ്ത്. എനിക്ക് ഒരുപാട് പറയാനുണ്ട് നിന്റെ അടുത്ത്. ഒരു 5 minute എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? അഭിയേട്ടൻ പറ. ദേവു, നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞ നിന്നെ ഞാൻ ശരിക്കും സ്നേഹിച്ചിട്ടില്ല. നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മറ്റു പല പെൺകുട്ടികളായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. എല്ലാം ഞാൻ നിന്നൊന്നും മറച്ചു വെക്കായിരുന്നു. എനിക്കറിയില്ല ഞാൻ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ എൻ്റെ എല്ലാ തെറ്റുകളും തിരിച്ചറിഞ്ഞു. എന്തൊക്കെ ഞാൻ നിന്റെ അടുത്ത് പെരുമാറിയാലും നീ ഒരിക്കൽ പോലും എന്നോട് പിണങ്ങിയിട്ടോ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അതൊന്നും ഞാൻ മനസ്സിലാക്കിയില്ല. എന്നിട്ടിപ്പൊ എന്തായി? ഞാൻ നിന്നെ വേണ്ടാന്ന് വെച്ച് വേറൊരുത്തി കൂടെ പോയില്ലേ? അവള് എന്നേക്കാൾ വലിയ ഫ്രോഡായിരുന്നു. അവൾക്ക് എൻ്റെ സ്വത്ത് മാത്രം മതിയായിരുന്നു. എല്ലാം നേടിയെടുത്ത് എന്നതാ ഈ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ് അവള് പോയി. എനിക്കറിയില്ല ദൈവം, ചില സമയത്ത് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും, ഒരാള് പോലും കൂട്ടില്ലാതെ. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ അനുഭവിച്ച വേദന. ആകെ ഒറ്റപ്പെട്ട പോലെ, ആരുമില്ലാതെ എന്റെ സങ്കടങ്ങളൊന്ന് തുറന്നു പറയാൻ പോലും എനിക്കിപ്പോ ആരുമില്ല ദൈവം. നീ എന്റെ കൂടെ നിൽക്കില്ലേ ദേവു? സോറി ദേവു, എനിക്കറിയാം ഞാൻ ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ നിന്റെ അടുത്ത് ചെയ്തതെന്ന്. നിനക്ക് എന്നോട് തീരാത്ത പകയും ദേഷ്യവും കാണുന്നത് എനിക്കറിയാം. പക്ഷെ എന്നെ മനസ്സിലാക്കാൻ ഇപ്പൊ നീയല്ലാതെ ഈ ലോകത്ത് വേറൊരാളില്ല. ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഈ സമയത്ത് എനിക്കൊരാളുടെ കൂട്ട് ആവശ്യദേവു, പ്ലീസ്. അഭിയേട്ടൻ പറഞ്ഞത് ശരിയാ. എനിക്ക് അഭിയേട്ടനോട് ഭയങ്കര ദേഷ്യം തോന്നിയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടിപ്പോ ഒരുപാട് നാളായില്ലേ. ആ സമയത്ത് അഭിയേട്ടനെ കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ എനിക്കറിയില്ല. പക്ഷെ ഇപ്പോ അഭിയേട്ടനോട് എനിക്കൊരു ദേഷ്യമില്ല. സാരില്ല അഭിയേട്ട, തെറ്റുപറ്റാത്ത മനുഷ്യരില്ലല്ലോ. അഭിയേട്ടന്റെ കൂടെ ഞാനുണ്ടാവും. എനിക്കറിയാം എന്റെ ദേവുവിനെ ഒരിക്കലും എന്നെ വെറുക്കാൻ കഴിയില്ലെന്ന്. സോറി ദേവു, ഇനൊരിക്കലും ഞാൻ ആ പഴയ അഭി ആവില്ല. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിച്ചോളാം. എനിക്ക് പഴയ ജീവിതത്തിലേക്ക് കടന്നു വരണം. പ്ലീസ് ദേവു, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. അഭിയേട്ടൻ വിഷമിക്കണ്ട. അഭിയേട്ടന് സങ്കടം വരുമ്പോഴൊക്കെ അഭിയേട്ടൻ എന്നെ വിളിച്ചു. അഭിയേട്ടന് പുതിയൊരു ജീവിതം തുടങ്ങാൻ ഞാൻ സഹായിക്കാം. ശരി, ഇപ്പൊ ഒരുപാട് ലേറ്റായി, ഞാൻ പോവാ.
നീ എന്നെ കാണാൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോഴേ എനിക്ക് കാര്യം പിടികിട്ടി, എന്തെങ്കിലും ഒപ്പിച്ചിട്ടാവുമെന്ന്. എന്റെ ദൈവം, നിനക്ക് തലയ്ക്ക് വിവരമില്ലാതായോ? അയാള് നിന്റെ അടുത്ത് കാണിച്ച ക്രൂരതകളൊന്നും നീ ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? മറന്നിട്ടല്ല ഏഞ്ചലെ, ഇപ്പോഴത്തെ സിറ്റുവേഷനില് അഭിയേട്ടന് ഒരു കൂട്ടാവശ്യ. അയാൾ എത്ര തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും ഈ ഒരു സമയത്ത് ഒരു ഹെൽപ്പ് ചെയ്യുന്നത് അത്ര വലിയ തെറ്റാണോ? ഒരാളെ സഹായിക്കുന്നത് തെറ്റല്ല, പക്ഷെ ഇത്രയും അധികം പോക്രിത്തരം ചെയ്ത് ഒരാളെ സഹായിക്കുന്നത് തെറ്റ് തന്നെയാ. അല്ല, ഇതെല്ലാം കിച്ചുവിന്റെ അടുത്ത് നീ സംസാരിച്ചോ? ഇല്ല, കിച്ചുവേട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല. കിച്ചുവേട്ടൻ തൽക്കാലം ഇത് അറിയണ്ട, ഞാൻ തന്നെ ഇത് സോൾവ് ചെയ്തോളാം. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എത്ര സങ്കടപ്പെട്ടാലും വിഷമിച്ചാലും ശരി, നീ മൂലം വേറൊരാള് വിഷമിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ജീവൻ വരെ നീ കളഞ്ഞു വരും. പക്ഷെ അത് നിന്റെ അടുത്ത് സ്നേഹമുള്ളവരോട് കാണിക്ക്. എന്തേലാവട്ടെ, പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഇനി ഇതിന്റെ പേരിൽ നീയും കഴിച്ചുള്ള റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നം വന്ന, ദേവു, ഞാൻ പറയുന്നത് നീ മനസ്സിൽ കുറിച്ചോ. എന്ത് ചെയ്യുമ്പോഴാണെങ്കിലും നന്നായി ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തതിന് ശേഷം മാത്രം ചെയ്യണം, മനസ്സിലായോ? ഇല്ലടി, ഇതുമൂലം ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ. അഭിയേട്ടന് ഇപ്പൊ ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു താങ്ങായി നിൽക്കുന്നു, അത്ര മാത്രം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വഴിക്ക് പോരും. സത്യമായിട്ടും ഇപ്പോ അഭിയേട്ടൻ ഇങ്ങനെ വഴി വിട്ടിട്ട് പോയാലാ എനിക്ക് തോന്നുന്നില്ല. ചേട്ടാ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണല്ലോ മാഡം. വിളിച്ച ഫോൺ പോലും എടുക്കാനുള്ള ടൈമില്ല. എന്താണ് ഇത്ര തിരക്ക്? അത് എനിക്ക് ചേട്ടനോട് പറയാം, ഇപ്പോഴല്ല. ഒരു കുറച്ച് ദിവസം കൂടി എനിക്ക് സമയം തരണം. അത് കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ ആകുമ്പോൾ പറഞ്ഞാൽ മതി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അല്ല, എന്താ കാണണമെന്ന് പറഞ്ഞ് വിളിച്ചത്, അതും അർജന്റായിട്ട് ഇപ്പൊ തന്നെ? ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കത് ചോദിച്ചേ പറ്റൂ. കാരണം എനിക്ക് എൻ്റെ എൻ്റെ മനസ്സിന് ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി. ചേട്ടാ, ക്യാൻ യു കിസ് മീ റൈറ്റ് നൗ? ദേവു, നീ സ്വബോധത്തോടു കൂടി തന്നെയല്ലേ സംസാരിക്കുന്നത്? ഇനി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിഗ്രറ്റ് ചെയ്യരുത്, പ്ലീസ്. ഞാൻ സ്വബോധത്തോടു കൂടി തന്നെ സംസാരിക്കുന്നത്. പ്ലീസ് കിച്ചുവേട്ടാ, ഐ വാണ്ട് ദിസ് റൈറ്റ് നൗ. പറ, ഇപ്പൊ ഓക്കെ ആയോ നീ? ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് മീ ഓൾവേസ്. ദേവു, താങ്ക് യു സോ മച്ച്. ഇത്രയും നാളും നീ എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഞാൻ എല്ലാം കൊണ്ടും ഓക്കെ ആയി. എങ്ങനെ നിന്റെ അടുത്ത് നന്ദി പറയണ്ടേന്ന് എനിക്കറിയില്ല ദേവു. അതൊന്നും സാരില്ല അഭിയേട്ടാ. അതിന്റെ പേരില് അഭിയേട്ടൻ എൻ്റെ അടുത്ത് നന്ദിയൊന്നും പറയണ്ട. ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഞാൻ ചോദിച്ചു പോവാ.
ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഞാൻ ആ പഴയ അബിയല്ല, എല്ലാം കൊണ്ടും മാറിക്കഴിഞ്ഞു. അത് നിനക്കും മനസ്സിലായല്ലോ. ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റുകളിലേക്ക് പോവില്ല. നിനക്ക് പഴയ പോലെ എന്നെ സ്നേഹിക്കാൻ പറ്റുമോ? ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളാം. നമുക്ക് വിവാഹം കഴിക്കാം. സോറി അബിയേട്ട, അതിന് എന്നെ കൊണ്ട് പറ്റില്ല. ശരിയാ, ഞാൻ അബിയേട്ടനെ ഒരിക്കലും വെറുത്തിട്ടില്ല. എനിക്ക് അബിയേട്ടനോടൊരു ദേഷ്യമില്ല. അതും പറഞ്ഞ് ഇനി പഴയ ദൈവമാവാൻ എനിക്ക് സാധിക്കില്ല. എന്തൊക്കെ ചെയ്താലും ഇനി അബിയേട്ടൻ പഴയ പോലെ ആവില്ലായിരിക്കാം. പക്ഷേ എനിക്ക് പിന്നെ ആ ചിന്തകൾ മനസ്സിലേക്ക് വരും. വെറുതെ എന്തിനാ നമ്മള് ഒരു ജീവിതം നശിപ്പിക്കുന്നേ? അതുകൊണ്ടാ അപ്പേട്ടന് ഞാൻ പറയാറുള്ളത് പോലെ എന്നെക്കാളും നല്ല പെൺകുട്ടിയെ കിട്ടും. അപ്പേട്ടനെ മറക്കണം, നല്ലൊരു ജീവിതം തുടങ്ങണം. എന്നാലും ദേവു, എനിക്ക് ഒരു ചാൻസ് കൂടെ തന്നോടെ? ഞാൻ ഒരിക്കലും ഇനി പഴയ അബി ആവില്ല. നീയല്ലാതെ എന്നെ മനസ്സിലാക്കാൻ ഈ ലോകത്ത് വേറൊരാളില്ല. പ്ലീസ്. അത് ശരിയാവില്ല അബിയേട്ട, ഞാൻ പറഞ്ഞല്ലോ. വിവാഹം കഴിച്ച് നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങിയാലും അബിയേട്ടൻ വരാൻ ലേറ്റായി കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ ആ പഴയ സംശയത്തിന്റെ നേരിൽ മാത്രമേ അബിയേട്ടനെ കാണുള്ളൂ. അതുകൊണ്ട് അത് മാത്രമല്ല, അബിയേട്ടൻ ഒരിക്കലും എന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ അബിയേട്ടന് തന്ന ഒരു വാല്യൂ, അതിന്റെ 1% പോലും അബിയേട്ടൻ ഒരിക്കലും എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞ അബിയേട്ടനോടുള്ള എന്റെ സ്നേഹം, ആ സ്നേഹം കൊണ്ട് ഞാൻ എന്റെ കണ്ണ് തന്നെ കെട്ടിവെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അബിയേട്ടൻ ചെയ്ത തെറ്റുകളൊന്നും ഞാൻ കാണാതെ പോയി. പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് മനസ്സിലാവും എന്താണ് യഥാർത്ഥ പ്രണയമെന്ന്. അത് മനസ്സിലാക്കാൻ എനിക്ക് ഒരാൾ വേണ്ടി വന്നു, എന്റെ കിച്ചുവേട്ടൻ. ഞാൻ കിച്ചുവേട്ടന് വാക്ക് കൊടുത്തു. ഈ വിവാഹം കഴിക്കുകയാണെങ്കിൽ എന്റെ കിച്ചുവേട്ടൻ മാത്രമായിരിക്കും വിവാഹം കഴിക്കുക. ഇനി എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ കിച്ചുവേട്ടനെ മാത്രമേ സ്നേഹിക്കുള്ളൂ. അപ്പേട്ടന് നല്ലൊരു പെൺകുട്ടിയെ കിട്ടും. ബൈ. ഇപ്പൊ ഞാൻ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട് ദേവു. നിന്നോട് ചെയ്ത എല്ലാ തെറ്റുകൾക്കുള്ള ശിക്ഷ ഞാൻ ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു. സാരല്ല, ഇതൊക്കെ ഞാൻ ചെയ്തതിനുള്ള ശിക്ഷയാണ്. പിന്നെ നിന്നോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെണ്ണായാലും എന്നെ തിരിഞ്ഞു പോലും നോക്കില്ലായിരുന്നു. പക്ഷേ നീ എൻ്റെ ഒപ്പം നിന്ന് എനിക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കി തന്നു. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. നീ പറഞ്ഞ പോലെ കിച്ചു ഭാഗ്യമുള്ളനാ. നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ലേ. എങ്കിൽ ഞാൻ പോവാം. ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരില്ല. താങ്ക് യു ഫോർ എവറിത്തിങ്. എന്തു പറ്റി? നീ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനിപ്പോ ഒരുപാട് ഭാഗ്യവാനാ. നിന്നെ പോലെ ഒരു പെൺകുട്ടിയെ കിട്ടിയില്ലേ. ഇതൊക്കെ കിച്ചുവേട്ടൻ എങ്ങനെ അറിഞ്ഞു? ദേവു, ഞാൻ നിന്റെ മനസ്സിനെ സ്നേഹിച്ചത്. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കാം. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആയില്ലേ, നീ ഓക്കെ ആയില്ലേ? എനിക്കത് മതി. ഇനി നീ പറഞ്ഞ പോലെ എത്രയും പെട്ടെന്ന് നമുക്ക് വിവാഹം കഴിക്കാം. ഓക്കെ? ഞാനിപ്പോ ഒരുപാട് ഹാപ്പിയാണ് കിച്ചുവേട്ടാ. താങ്ക് യു. I love you so much. I love you too, Devu, and forever.